കെ മാണി MP ടെലിഫോൺ ലൈനുണ്ട്. അനുമോദിലേക്ക് വരാം. ശ്രീ ജോസ് കെ മാണി, വയനാട്ടിൽ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം വനം വകുപ്പിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്, വനം മന്ത്രിയുടെ ചില വാക്കുകളുമായി ബന്ധപ്പെട്ടാണ്. വനം മന്ത്രി അവിടെ പോയി ആ ജനത്തെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്, പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതൊന്നും സംഭവിക്കുന്നില്ല. അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു അവിടെ. ശ്രീ ജോസ് കെ മാണി, കേൾക്കാമോ സാർ? കേൾക്കാം. നമ്മള് ഇത് പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പാർലമെന്റിനകത്തും സംസ്ഥാന സർക്കാരിന്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഒരാളാണ്. ആത്യന്തികമായി ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് 1975 നിയമ ഭേദഗതി തന്നെ നടത്തിയ ആ വനം സംരക്ഷണ ബില്ലിലുള്ള നിയമ ഭേദഗതി നടത്തിയേ പറ്റൂ. അതാണ് ഏറ്റവും സുപ്രധാനമായ. ഇന്ന് വയനാട്ടിലൊരു വിഷയമുണ്ട്, നാളെ ചിലപ്പോൾ അത് ചാലക്കുടിയിലായിരിക്കാം, അത് ഇടുക്കിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കായിരിക്കാം. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ വളരെ രൂക്ഷമായി, പ്രത്യേകിച്ച് വയനാട് മേഖലയിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വളരെയധികം ഉള്ളതുകൊണ്ടും വളരെ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അത് സൂചിപ്പിച്ചത്, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതില്. ഞാൻ ഒരു നിയമ ഭേദഗതി പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. ഒന്ന്, കേന്ദ്രത്തിന്റെ നിയമ ഭേദഗതിയോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണത്, ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി, ആ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ആണ് വാസ്തവത്തില് വെഹിക്കിളുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡില് ലൈസൻസ് ഉണ്ടോ, ഓവർ സ്പീഡ് ഉണ്ടോ, ഇതൊക്കെ നോക്കേണ്ട ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ്, RTOയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് അവർക്ക് അതിനുള്ള ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ അതെല്ലാം നോക്കുന്നതും അതിന്റെ ചെക്കിങ് നടക്കുന്നതും എല്ലാം പോലീസ് വിങ്ങാണ്. ഇവിടെയും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് ഇതെടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, പഴയ നിയമം വെച്ചുകൊണ്ട് വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ സംരക്ഷണം കൊടുക്കുന്ന മനുഷ്യർക്കല്ല, അവിടെ കൊടുക്കുന്നത് മൃഗത്തിന് തന്നെയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും സങ്കീർണമായിട്ട് നിൽക്കുന്നത്. അത് എടുത്തു കളഞ്ഞ് അവിടെ പോലീസിന് ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസിന് കൊടുക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു അധികാരവും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അക്രമകാരികളായ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് തന്നെ അത് തന്നെ ആ നിയമത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. അവിടെയും നമുക്ക് വേണ്ട ഒരു ചേഞ്ച് ആവശ്യമാണ്. കാരണം ഈ അക്രമകാരികളായ ആനയും കടുവയും പുലിയും എല്ലാം വന്യമൃഗ സംരക്ഷണ ബില്ലിന്റെ ഷെഡ്യൂൾ 1 കിടക്കുകയാണ്. അതുകൊണ്ട് കളക്ടർ ഓർഡർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടാൽ പോലും നമുക്ക് അതിനെ വെടിവെക്കണമെന്നുണ്ടെങ്കിൽ CWWന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനോട് ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ, വന്യമൃഗങ്ങൾക്ക് കൊടുക്കാൻ പോലീസിനെയും കൂടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. അവിടെ പോലീസിന് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കണം. അവിടെ ജനങ്ങൾക്ക് അത് ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്നുള്ളതാണ് ജനം ഉയർത്തുന്ന ചോദ്യം. ആ മുൻകൈ എടുക്കേണ്ടത് അതൊരു നിയമ ഭേദഗതിയിൽ കൂടെയാണ് നടത്തി വരുന്നത്. അത് കേന്ദ്രവും സംസ്ഥാനം കൂടെ അത് സഹകരിച്ച് നമുക്ക് ചെയ്യേണ്ടതാണ്. പ്രധാനമായും കേന്ദ്രത്തിന്റെ ആ നിയമ ഭേദഗതി വളരെ നമ്പർ 1 ആയിട്ട് കിടക്കുന്ന കഴിഞ്ഞ 7 വർഷക്കാലമായി കേരള കോൺഗ്രസുകാരും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിവിധ സങ്കീർണമായ കേസാണ്. ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ എഴുതി. ശരി, അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ ഇന്നലത്തെ ജനങ്ങളുടെ പ്രതിഷേധം അതൊരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായ ഒന്നാണ്, അല്ലാതെ യഥാർത്ഥ ജനങ്ങളല്ല, അത് സർക്കാരിനെതിരായ ചില നീക്കങ്ങളാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ ഈ പറയുന്ന ഈ പ്രതിഷേധവും വിഷമവും പ്രയാസവും അത് സ്പോണ്ടേനിയസ് ആയിട്ട് ജനങ്ങൾ രംഗത്തേക്ക് വരുന്ന അതിനൊന്നും സംശയമില്ല. കാരണം അവിടെ ഈ പറയുന്ന നാട്ടിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കൊരു സുരക്ഷിതയില്ല എന്ന് വന്നു കഴിയുമ്പോൾ ആ സുരക്ഷിത കൊടുക്കണം, അതിന് സംശയമില്ല. അവിടെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് സാർ വനമന്ത്രിയുടെ വാക്കുകൾ. എനിക്ക് ജനത്തോട് സംസാരിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. അതല്ല ജനങ്ങളോട് സംസാരിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞൊരു വികാരത്തോടു കൂടി ജനങ്ങൾ അവിടെ വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് അവരുടെ വികാരമാണ്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് സർക്കാരിനുണ്ട്, അതിന് സംശയമില്ല. ഇന്ന് കേന്ദ്രത്തിനുണ്ട്, അതിന് സംശയമില്ല. പക്ഷേ ഈ സങ്കീർണമായ വിഷയം വളരെ സങ്കീർണമാണ്, അത് വളരെ ഡെലിക്കേറ്റ് ആണ്.
അതിന്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരു മൃഗം എങ്ങനെ ആക്ട് ചെയ്യും, എന്ത് സ്വഭാവം കാണിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് മൃഗവും വനത്തിന്റെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് അക്രമകാരികളായെന്ന് തന്നെ സ്റ്റാമ്പ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ ഒരു നിയമഭേദഗതിയിലേക്ക് തന്നെ പോകണം. തീർച്ചയായും സാർ, അങ്ങയുടെ വാക്കുകളിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധിയുടെ ശബ്ദമുണ്ട്. പക്ഷേ ആ ശബ്ദം വനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാകാത്തതാണ് വലിയ പ്രതിഷേധങ്ങൾ കാരണമാകുന്നത്. ആ ഉത്തരവാദിത്വം വനമന്ത്രി കൂടി കാണിക്കണം. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ പോകണം, ഈ ജനങ്ങളോട് സംസാരിക്കണം, പരിഹാര നടപടികൾ നൽകണം. അതൊന്നും സംഭവിക്കുന്നില്ല സാർ, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അവർക്ക് ലോജിക് ചിന്തിച്ചാൽ പോരെ. ഇവിടെ മനുഷ്യർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. ഏത് മൃഗം പുറത്തേക്ക് വന്നാലും അവിടെ വരുമ്പോഴും മൃഗത്തിന് ഈ പറഞ്ഞ് സംരക്ഷിച്ചില്ല, അതിന്റെ കാല് പോവോ, കൈ പോവോ, അല്ലെങ്കിൽ വിഷമം വരുവോ, അതല്ല. ഇവിടെ മനുഷ്യരിന് എന്തെങ്കിലും പറ്റുമോ എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്. ആ ഒരു എന്താണ് ഒരു ചിന്താഗതി ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ വരുത്തുന്നുണ്ട്. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ മൃഗത്തിന് എവിടെ ചെന്നാലും, അത് ഏത് നാട്ടിൽ വന്നാലും മൃഗത്തിനെ സംരക്ഷിക്കണം അങ്ങനെ ഒരു പഠനം കൊടുത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കാട്ടുപന്നിയുടെ വില പോലും ഇന്ന് മനുഷ്യർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അത് സമ്മതിച്ചുകൂടാ. അത് ഒരിക്കലും നിലനിൽക്കുന്നതുമല്ല. അപ്പോൾ ഇത് വളരെ സങ്കീർണമാണ്. ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഇതിന്റെ ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു, മാറ്റങ്ങൾ വരുത്തേണ്ട കാലഘട്ടമായി. അത് എത്രയും പെട്ടെന്ന് നടപടികൾ ഞാൻ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് അത് മെസ്സേജ് കൊടുത്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് കേന്ദ്രത്തിലുള്ള വനം വകുപ്പ് ഏതെങ്കിലും കേന്ദ്രമന്ത്രി അവിടുത്തെ ഒരു കമ്മീഷനെ രൂപീകരിച്ച് ഉടനടി വയനാട്ടിലേക്ക് വന്ന് എന്താണ് സീറോ ലെവൽ, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി മനസ്സിലാക്കുക. പലർക്കും കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവര് വനത്തിൽ ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് പരിസ്ഥിതിയെയും വനത്തിനെയും സംരക്ഷിച്ചത് ഈ രാജ്യത്ത് അത് കേരളമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ദേശീയ തലത്തിലുള്ള വനാവരണം എന്ന് പറയുന്നത് വെറും 26% കേരളത്തിൽ അത് 54%. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? കേരള സംസ്ഥാനം പരിസ്ഥിതിയെ സംരക്ഷിച്ചിട്ടുണ്ട്, വനത്തിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി വനം 1 ഇഞ്ച് കൂട്ടേണ്ട കാര്യം കേരളത്തിലില്ല. അതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. സാറേ, അത് മനസ്സിലാക്കാൻ ഈ സംസ്ഥാന സർക്കാരും തയ്യാറാകണമല്ലോ. സംസ്ഥാന സർക്കാരിന്റെ വനം മന്ത്രിയും തയ്യാറാകണമല്ലോ. അല്ല, വനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിനുള്ള ഫണ്ടും ശേഖരണവും ഇതെല്ലാം കേന്ദ്രവുമായി ബന്ധപ്പെട്ട വരുന്നത്. പക്ഷെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അതനുസരിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ട്. അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വനപ്രദേശത്ത് നിൽക്കുന്ന ഒരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, നിങ്ങൾ കുടിയിറങ്ങിക്കോ, ഞങ്ങളത് വിലക്ക് മേടിച്ചോളാം. അതാണോ പറയേണ്ടത്? അതല്ലല്ലോ. ഇവിടെ ഈ പറയുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? അതെന്താണ്? ആ പറയുന്ന വനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനെ സംരക്ഷിക്കാനാണ്. പക്ഷെ എന്തുകൊണ്ട് പീപ്പിൾ സെൻസിറ്റീവ് സോൺ ആക്കാൻ പാടില്ല? പീപ്പിൾ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ ജനങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു പീപ്പിൾ സെൻസിറ്റീവ് സോൺ ആക്കട്ടെ. ആ പീപ്പിൾ സെൻസിറ്റീവ് സോൺ ആകുമ്പോൾ വനത്തിൽ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് 1 കിലോമീറ്റർ ബഫർ വെക്കട്ടെ. അതിന്റെ ഇപ്പുറത്തേക്ക് ഒരു മൃഗവും വരാതിരിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കട്ടെ. ഇത് ഒറ്റ സംസ്ഥാന സർക്കാർ കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. പക്ഷെ ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ശരി, നന്ദി. ശ്രീ ജോസ് കെ മാണി MP അദ്ദേഹം പറഞ്ഞത് നാട്ടിലെ ജനത്തിന് കാട്ടിലെ പന്നിയുടെ വില പോലുമില്ല എന്ന വളരെ പ്രസക്തമായൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പീപ്പിൾ സെൻസിറ്റീവ് സോൺ എന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പ്രസക്തമായി തന്നെ അദ്ദേഹം പറയുന്നു. കാരണം ജനത്തെ സംരക്ഷിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തി തന്നെയാണ് ജോസ് കെ മാണി MP പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനമന്ത്രിയെ പൂർണ്ണമായും തള്ളിയാണ് ജോസ് കെ മാണി പറഞ്ഞത്. ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്, അത് മനസ്സിലാക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. വയനാട്ടിലേത് സങ്കീർണമായ പ്രശ്നമാണ്, നിയമ ഭേദഗതി വേണം, കേന്ദ്രം ഇടപെടണം എന്ന് ജോസ് കെ മാണി ആവശ്യപ്പെടുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എന്നുള്ളതാണ്.